ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഫോൺസ് ആണ് നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ റിയൽമി റിലീസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഫോണാണ് നമ്മുടെ റിയൽമി 6i എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ, അതായത് ഒരു മാസത്തിന് ശേഷമുള്ള ഈ ഒരു ഫോണിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലസ് എന്താ പറയുക, ഞാൻ കുറെ സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് ആ ഒരു സെഗ്മെന്റിൽ ഈ ഒരു ഫോൺ എങ്ങനെ പെർഫോം ചെയ്തെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പേഴ്സണൽ യൂസിനായിട്ട് ഞാൻ ഈ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗെയിമിംഗ് ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും ശരി, ക്യാമറ ആയാലും ശരി, എല്ലാ സകല യൂസുകളും ഞാൻ ഈ ഒരു ഫോണാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ പോലും ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിലാണ്. അപ്പോൾ എന്താ പറയുക, ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു സെക്കൻഡ് ടേക്കാണ്. ആദ്യത്തെ ടേക്കിൽ ക്യാമറ എന്താ പറയുക ഇഷ്യൂ സംഭവിച്ചിട്ട് ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ കട്ടായിട്ട് ഫുൾ റെക്കോർഡല്ല, എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒന്നും കൂടെ ടേക്ക് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ടേക്ക് എടുക്കുന്ന ആ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പൊ ഇംഗ്ലീഷ് ഒന്നും കേട്ടാലും ഞെട്ടണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ആണ്. ഇപ്പോൾ ഡിസൈൻ നോക്കുന്ന സമയത്ത് ബാക്ക് പാനൽ നോക്കണമെങ്കിൽ ടിപ്പിക്കൽ റിയൽമി ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ എന്താ പറയുക, യുണീക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാ റിയൽമി ഫോൺസിലും ഈ ഡിസൈനാണ്. പിന്നെ 7-ലും നാഷണൽ സിറ്റി പ്രോയിലും എന്താ പറയുക 7 പ്രോയിലും ഒക്കെ നമുക്ക് ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റും. അല്ലാതെ ഇതുവരെ ഇറക്കിയുള്ള മിക്ക ഫോണുകളും ഈ ഡിസൈൻ. അപ്പോൾ ഒരു യുണീക്ക് ഫീൽ നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്, നല്ല എന്താ പറയുക ഷൈനി ആയിട്ടുള്ള ബാക്ക് ആണ്, നല്ല ഷൈനി ആയിട്ടുള്ള ബാക്ക് ആണ്. എന്താ പറയുക പോളി കാർബണേറ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഏകദേശം ഒരു പ്ലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയില്ല, അതായത് ഗ്ലാസ് പോലെ തോന്നിക്കും, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. ആ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. പ്രീമിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഹാൻഡ് ഫീലില് അത്യാവശ്യം പ്രീമിയം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഗ്ലാസിൽ എത്രയും പറ്റില്ല, ഇപ്പോഴും പറ്റില്ല ലുക്ക് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഫീൽ ആണ് എനിക്ക് ഉണ്ടായത്. ഇനി പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ റിയൽമി 7-ലൊക്കെ നമ്മൾ കണ്ടൊരു ചെറിയൊരു ഇഷ്യൂ ആണ്. കാരണം ഈ ഒരു പ്ലാസ്റ്റിക് ഞെക്കി നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന ഇഷ്യൂ, മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്യൂ അല്ല, അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അമർന്നു പോകുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് അങ്ങനെ ഫീൽ ഒന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഈ പോളികാർബണേറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. 191 ഗ്രാമാണ്, പക്ഷേ നല്ലപോലെ വെയിറ്റ് ബാലൻസും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു എന്താ പറയുക ഇൻ ഹാൻഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഫോണാണ്. 1 ഹാൻഡ് യൂസും അത്യാവശ്യം പറ്റുന്ന ഒരു 1 ഹാൻഡ് മോഡ് ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസിന്റെ അത്രയും ഒരു പ്രീമിയം ഫീൽ ഇതിൽ കിട്ടത്തില്ല, പക്ഷേ സ്റ്റിൽ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നല്ലൊരു സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ബാക്ക് പാനൽ. അപ്പൊ നിങ്ങൾ കവർ ഇട്ട് തന്നെ യൂസ് ചെയ്യില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് അതിന്റെ മേളിൽ കൂടെ ഡിസ്പ്ലേയിലേക്ക് വരാം, അത് സെഗ്മെന്റ് ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അതിന്റെ മേളിൽ കൂടെ സ്ക്രാച്ച് കാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് നല്ലപോലെ സ്ക്രാച്ച് വീഴുന്നുണ്ട്, ശരിക്കും സ്ക്രാച്ച് വീഴുന്നുണ്ട്. നിങ്ങൾ എത്ര സ്ക്രാച്ച് വീഴണ്ടാന്ന് വിചാരിച്ച് ഈ ഒരു ഫോൺ യൂസ് ചെയ്താലും ഇതിൽ സ്ക്രാച്ച് വീഴും. അങ്ങനത്തെ ഒരു സ്ക്രാച്ച് കാർഡാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് 1080p ഡിസ്പ്ലേ ആണ്, IPS LCD പാനലാണ് യൂസ് ചെയ്യുന്നത്. 403 ppi ആണ് ഇതിന്റെ പിക്സൽ പെർ ഇഞ്ച് ആണ്. 403 ppi ആണ് ഇതിന്റെ ഒരു പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ കളർ റീപ്രൊഡക്ഷൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തന്നെ കളർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ HDR ഡിസ്പ്ലേ ഒന്നും അല്ല, പക്ഷേ ഇതിനകത്ത് HDR ഒരു ഫീച്ചർ ഒരു കൊടുക്കുന്നുണ്ട്. HDR വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് 720p 60fps HDR എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട സമയത്ത് HDR ഒരു വീഡിയോ കണ്ട സമയത്ത് ഡാർക്ക് ആയിട്ട് വരുന്ന ഏരിയയിലെല്ലാം സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് അത് കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എന്തോ ഒരു സംഭവമാണ്. പക്ഷെ എല്ലാ വീഡിയോക്കും എനിക്ക് കിട്ടിയില്ല, ആ ഒരു വീഡിയോക്ക് മാത്രമേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ മാനേജ് ചെയ്യുന്നുണ്ടാവും HDR. പിന്നെ ബ്രൈറ്റ്നസ് നോക്കുന്ന സമയത്ത് 480 നിക്സ് ആണ് എന്റെ മാക്സിമം ബ്രൈറ്റ്നസ് പറഞ്ഞത്. ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രസ്റ്റിംഗ് ബാക്കപ്പ് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ 7000 രൂപയ്ക്ക് വാങ്ങിച്ച് ലെനോവോയുടെ ഫോണോട് ഞാൻ സൈഡ് ബൈ സൈഡ് എന്താ പറയുക ഡിസ്പ്ലേ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അതിന്റെ ഡിസ്പ്ലേ ഫീൽ ചെയ്തു. കുറച്ചും കൂടെ നല്ലപോലെ ഷാഡോസ് ഒക്കെ ഒരുമാതിരി നമുക്ക് നല്ലപോലെ എടുത്ത് നിൽക്കുന്ന കളേഴ്സ് അതൊക്കെയാണ്. പിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് ഈ ഒരു ഫോൺ മാത്രമായിട്ട് വെച്ച് നോക്കിയത് മോശമല്ല. ഈ ഒരു സെഗ്മെന്റിൽ ബാക്കിയുള്ള ഡിസ്പ്ലേ കമ്പയർ ചെയ്താലും മോശമല്ല. അതുകൊണ്ട് ഇപ്പൊ എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഇഷ്യൂ ആയിരിക്കും. പുറം നോക്കുകയാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റിന്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ സെലക്ട്, 90 Hz, 60 Hz. അപ്പൊ 90 Hz കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം 90 Hz ആയിരിക്കും. പക്ഷേ ഓട്ടോ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ 90fps സപ്പോർട്ട് ചെയ്യുന്ന അടുത്തല്ല 90 Hz, 60fps ഉള്ള അടുത്തല്ല നോർമൽ 60 Hz. അപ്പോൾ നമുക്ക് കൂടുതൽ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് വരും. അപ്പൊ അവരൊരു അടിപൊളി ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാം. ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഈ ഡിസ്പ്ലേയുടെ ഭാഗത്ത് പറയാനില്ല. പിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് എബോ ആവറേജ് പെർഫോമൻസ് മാത്രമേ ഉള്ളൂ ഒരു ബ്രൈറ്റ്നസിന്റെ ഏരിയന്ന്. പക്ഷേ ഓവറോൾ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഡയറക്ട് സൺലൈറ്റിൽ കാണാൻ പറ്റും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഏകദേശം അടുത്ത സെഗ്മെന്റ് ആണ് ഇതിന്റെ ക്യാമറ എന്ന് പറയുന്നത്. ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തേക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സൽ സെൻസറാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണ് എടുക്കുന്നത്. ഡീഫോൾട്ട് ആയിട്ട് 12 മെഗാപിക്സലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, നല്ല സ്കൈ കളേഴ്സ് ആണ്, ഷാഡോസ് ഹൈലൈറ്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്.
എന്താ പറയുക, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറഞ്ഞ ഇതിന്റെയാണ്. ആകെ കൂടെ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ അത് ലോ ലൈറ്റിൽ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ക്യാമറ, ചെറുതായിട്ട് നോയ്സ് കയറുന്നുണ്ട്. പക്ഷെ ആ സമയം നമ്മൾ നൈറ്റ് മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ആ നോയ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ തീരെ ലോ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ നൈറ്റ് മോഡ് ഓൺ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു HDR പോലെ, അതായത് കുറച്ചും കൂടെ ഒരു ഫേക്ക് ലൈറ്റ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ISO കൂട്ടിയിട്ടല്ല, ഷട്ടർ സ്പീഡ് ഉണ്ടെങ്കിലും ഒരു ഫേക്ക് ലൈറ്റ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ നല്ലപോലെ ഡീറ്റെയിലിംഗ് കുറഞ്ഞിട്ട് നല്ലപോലെ നോയ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തീരെ ലോ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നൈറ്റ് മോഡിന് പോകണ്ട, ജസ്റ്റ് പ്രോ മോഡ് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു മെയിൻ ക്യാമറ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്, അത്യാവശ്യം നല്ലപോലെ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് നോക്കിയ സമയത്ത് മാക്സിമം നമുക്ക് 4K 30 FPS ആണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരു 60 FPS ആണെന്നുണ്ടെങ്കിൽ 1080 60 FPS പോവാം. പിന്നെ സ്റ്റെബിലൈസേഷൻ 1080 30 FPS കിട്ടുന്നത്. പിന്നെ സ്ലോ മോഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് 120 FPS 240 FPS സ്ലോ മോഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോയുടെ കാര്യത്തിൽ എനിക്ക് വലിയ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ലപോലെ വീഡിയോ ക്വാളിറ്റി ഉണ്ട്. കഴിഞ്ഞ വീഡിയോ MNSന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഈ ഫോണിലാണ്. അപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാലോ, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇട്ട് വരാം, ജസ്റ്റ് കയറി കാണുക. ഏകദേശം അടുത്ത ലെൻസിലേക്ക് പോകാം. അതായത് ഇതിന്റെ വൈഡ് ആംഗിൾ ലെൻസിലേക്ക് പോകുന്ന സമയത്ത് 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ഷൂട്ടാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെയാണ് കിട്ടുന്നത്. ലോ ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെയിൻ ക്യാമറ അല്ലേ, സോറി, ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറ പറഞ്ഞത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. നല്ലപോലെ കളർ കറക്ഷൻ ഇഷ്യൂസ് നല്ലപോലെ ഉണ്ട്, വൈറ്റ് ബാലൻസിങ് ഇഷ്യൂസ് നല്ലപോലെ ഉണ്ട്, ഡീറ്റെയിലിംഗ് കുറവാണ്, നോയ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പം ലോ ലൈറ്റിൽ വെച്ച് നിങ്ങൾ മാക്സിമം ഈ ഒരു വൈഡ് ആംഗിൾ യൂസ് ചെയ്യാതിരിക്കുക, മെയിൻ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ലൈറ്റിംഗ് ഉള്ള കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾ വൈഡ് ആംഗിൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് ചെറിയ പൊടിക്കൊരു ഡീറ്റെയിലിംഗ് വ്യത്യാസമുണ്ട്. മെയിൻ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഡീറ്റെയിലിംഗ് കുറവുണ്ട്, എങ്കിലും സ്റ്റിൽ അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് നല്ലപോലെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു ക്യാമറയാണ് നമുക്ക് വൈഡ് ആംഗിൾ കിട്ടിയിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈഡ് ആംഗിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളേഴ്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ ഒരു ക്രോമാ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സാച്ചുറേഷൻ ഒക്കെ കൂടി കളറൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോസ് കിട്ടും. ആ ഒരു മോഡ് നമുക്ക് വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലസ് HDR മോഡ് കിട്ടുന്നുണ്ട്, നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്, വീഡിയോ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. അങ്ങനെ സകല ഏകദേശം ഒരുവിധപ്പെട്ട ഓപ്ഷൻസ് എല്ലാം നമുക്ക് വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് വൈഡ് ആംഗിൾ. ഇനി അടുത്തായിട്ട് എന്റെ പോർട്രേറ്റ് ലെൻസ് നോക്കുന്നത് 2 മെഗാപിക്സലിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു ഇഷ്യൂസും ഇല്ല, കാരണം 15,000 രൂപ സെഗ്മെന്റിലെ ബെസ്റ്റ് പോർട്രേറ്റ് ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റെഡ്മി റിയൽമിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാണ്ട് കാര്യമില്ല, നല്ല പോർട്രേറ്റ് ലെൻസ്. ഇപ്പൊ നമ്മളൊരു മുടിനാരി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കും, അതുവരെ നല്ല ഫോക്കസിൽ കിട്ടും. അത്രയും നല്ലൊരു പോർട്രേറ്റ് ലെൻസ് ആണ് എനിക്ക് ഇതിൽ കിട്ടിയത്. പിന്നെ അത് കൂടി ഈ ഒരു ക്യാമറയിൽ എന്നെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ മാക്രോ ലെൻസ് ആണ്. പിന്നെ പറയാൻ വിട്ടുപോയി 48 മെഗാപിക്സൽ മോഡിനെ കുറിച്ച്. 48 മെഗാപിക്സൽ മോഡും 12 മെഗാപിക്സൽ മോഡും തമ്മിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും തോന്നിയിട്ടില്ല. കാരണം ഏകദേശം എക്സാക്ട്ലി സെയിം ഡീറ്റെയിൽ, ഈ എന്താ പറയുക, ഒരു വ്യത്യാസം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നല്ല ഡീറ്റെയിലിംഗ് 12 മെഗാപിക്സൽ കിട്ടുന്നുണ്ട്, സെയിം ഡീറ്റെയിലിംഗ് ആണ് 48 മെഗാപിക്സൽ. അതല്ലാതെ വലിയ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല 48 മെഗാപിക്സൽ കൊണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല. പിന്നെ സീറോ ഷട്ടറിലാണ് നോർമൽ ലെൻസ് ആയാലും നോർമൽ മോഡായാലും 40 മെഗാപിക്സൽ മോഡലായാലും നമുക്ക് നോർമൽ സീറോ ഷട്ടറിലാണ് ഒരു തരത്തിലുള്ള എന്താ പറയുക, ഫോട്ടോ എടുത്ത് അപ്പം തന്നെ അത് സേവ് ആവും. ഒരു തരത്തിലുള്ള ലാഗ് അവിടെ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ മാക്രോ ലെൻസ് എന്നെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് ഇതിന്റെ മാക്രോ ലെൻസ് ആണ്. റോങ് പർച്ചേസ് ആയി പോയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അതിന്റെ മാക്രോ ലെൻസ് അതുപോലെയാണ്, നമുക്ക് ഭയങ്കര ക്ലിയറായിട്ട് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. 2 മെഗാപിക്സലേ ഉള്ളൂ ആകെ. പക്ഷേ പോക്കോ M2 Pro ഇതിന്റെ കോസ്മോ മീറ്റർ ആണ് പോക്കോ M2 Pro എന്ന് പറയുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ നല്ല അടിപൊളി മാക്രോൺസ് ആണ്. ഇതിന്റെ ഒരു 4 സെന്റിമീറ്റർ മാക്രോൺസ് ആണ്. പക്ഷേ ഇതിൽ മാക്രോൺസിൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നതിന് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇതില്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മാക്രോൺസിൽ എന്താ പറയുക, സ്റ്റിൽ ഡിസപ്പോയിന്റിങ്. പക്ഷേ സ്റ്റിൽ നമുക്ക് മാക്രോ യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. മാക്രോ ലെൻസ് യൂസ് ചെയ്ത് തന്നെ മാക്രോ ഫോട്ടോസ് എടുക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ക്യാമറ 2x സൂമില്ല, നോർമൽ ലെൻസിൽ 2x സൂം ഇടുക, നേരെ പ്രോ മോഡിൽ പോയി 2x സൂം ഇടുക. അപ്പോഴും എന്താ പറയുക, 2x എനിക്ക് നല്ലപോലെ ഡീറ്റെയിലിംഗ് കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറയിൽ എത്ര തന്നെ ഡീറ്റെയിലിംഗ് കിട്ടുന്നു അത്രയും തന്നെ എനിക്ക് 2x കിട്ടുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഡീറ്റെയിൽ യൂസ് ഒന്നുമില്ല. സ്റ്റിൽ ഇതൊരു എന്താ പറയുക, ഡിജിറ്റൽ സൂമാണ്, ഒപ്റ്റിക്കൽ സൂമും കാര്യങ്ങളൊന്നുമല്ല. ഡിജിറ്റൽ സൂം ആയിട്ട് കൂടി നല്ല ഡീറ്റെയിലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 2x സൂം ഇടുക, എന്നിട്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രോ മോഡിൽ. അതെടുക്കുക, ഫോക്കസ് ആയ 0 ആക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക 4 സെന്റിമീറ്റർ അടുത്തുള്ള എല്ലാം മെയിൻ ക്യാമറ നമുക്ക് കിട്ടും. നമ്മൾ വെറുതെ മാക്രോ ലെൻസ് യൂസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. ഞാൻ സ്ക്രീനിൽ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. പക്ഷേ ഇപ്പോൾ ഇതിന്റെ സെൽഫി ക്യാമറ നോക്കുന്ന സമയത്ത് ഈ ഒരു സെഗ്മെന്റിലെ ബേസ്റ്റ് എന്താ പറയുക, പോർട്രേറ്റ് മീൻസ് ആ ഒരു സെൽഫിയും പോർട്രേറ്റും നമ്മുടെ റെഡ്മി റിയൽമിയുടെ ഒക്കെ കയ്യിൽ തന്നെയാണ്. അപ്പം എനിക്ക് വലിയ തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. അത്യാവശ്യം നല്ല പോലെ തന്നെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് GK യൂസ് ചെയ്യാം, അതിനകത്ത് കുറച്ചും കൂടെ നല്ല പോർട്രേറ്റ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്.
വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലെൻസ് ഈസ് ലിറ്റ്. എനിക്ക് അതിനെപ്പറ്റി ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് എനിക്ക് പറയാൻ തോന്നുന്നില്ല, കാരണം അത്രയും നല്ലൊരു ലെൻസാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വേറെ ബാക്കിയുള്ള ലെൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫി മോഡിൽ നമുക്ക് എന്താ പറയുക, നോർമൽ ലെൻസിൽ എന്തൊക്കെ ഓപ്ഷൻ കിട്ടുന്നുണ്ടോ അതിൽ സെൽഫി മോഡിൽ കിട്ടുന്നുണ്ട്, വീഡിയോ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പാനോരമ, നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. ഈ സെഗ്മെന്റിലെ റിയൽമി മാത്രമേ നൈറ്റ് മോഡ് ഓഫ് ചെയ്യുന്നുള്ളൂ സെൽഫി ക്യാമറയ്ക്ക്. അപ്പോൾ ഓവറോൾ ക്യാമറ നോക്കുകയാണെങ്കിൽ അടിപൊളി ക്യാമറ കൊടുത്തേക്കും. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് റാം ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, റാം നോക്കുന്ന സമയത്ത് എന്റെ കയ്യിലുള്ള വേരിയന്റ് 6GB വേരിയന്റ് ആണ്. പിന്നെ 4GB ഒരു വേരിയന്റ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 6GB ആണോ 4GB ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള യൂസർ ഒന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ 4GB. ഞാൻ 6GB നോക്കിയത് കാരണം എനിക്ക് കുറച്ചുകൂടെ മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ റാം ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം റാം മാനേജ്മെന്റ് ഒക്കെ അത്യാവശ്യം പക്കയാണ്. എനിക്ക് വലിയ തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. എത്ര നേരം വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നടന്നോളും. അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആണ്. എന്താ പറയാ, ചെറിയ തരത്തിലുള്ള ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുമെങ്കിലും അതൊക്കെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ്. റാമിന്റെ ഏരിയയിൽ നിന്ന് എനിക്ക് വലിയ തരത്തിലുള്ള നെഗറ്റീവ്സ് ഇല്ല. അത്യാവശ്യം നല്ല റാം മാനേജ്മെന്റ് ആണ് എനിക്ക്. പിന്നെ എന്റെ സ്റ്റോറേജ് നോക്കുന്ന സമയത്ത് ഒറ്റ വേരിയന്റ് ആണ് 64GB. പിന്നെ നമുക്ക് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഞാൻ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. 64GB UFS 2.1 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് സ്റ്റോറേജ് ആണ്. എനിക്ക് വലിയ തരത്തിലുള്ള ഇഷ്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡേഴ്സ് ഒക്കെ മാറ്റി സമയത്തൊന്നും എനിക്ക് വലിയ ഇഷ്യൂസ് ഫീൽ ചെയ്തില്ല. നല്ല ഫാസ്റ്റ് ആണ് അത്യാവശ്യം. അപ്പോൾ അടുത്ത നമ്മുടെ സെഗ്മെന്റ് ആണ് പ്രൊസസർ ആൻഡ് ഗെയിം. പ്രൊസസർ നോക്കുന്ന സമയത്ത് Helio G90 ആണ് യൂസ് ചെയ്തേക്കുന്നത്. 2,90,000 സംതിങ് ആണ് ഇതിന്റെ ബെഞ്ച് മാർക്ക് സ്കോറിംഗ് വരുന്നത്, 92 ബെഞ്ച് മാർക്ക് സ്കോറിംഗ് വരുന്നത്. പിന്നെ GPU നോക്കുവാണെങ്കിൽ മാലിയുടെ G76 MC4 ആണ് യൂസ് ചെയ്തേക്കുന്നത്. 2018 ടെക്നോളജിയാണ്, 2018 മോഡൽ GPU ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ ഇതിന് ഫീൽ ചെയ്യും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ സെഗ്മെന്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ G90T നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആണ്. 2.05 GHz ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. എന്നിട്ടും ഞാൻ 2.3 GHz ക്ലോക്ക് സ്പീഡ് ഉള്ള ഫോണിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ട്. ഇതും എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഗെയിമിംഗ് സൈഡ് നോക്കുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ഓരോ ഗെയിമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് PUBG മൊബൈൽ ഇപ്പൊ ബാൻഡ് ആണ്. ഞാൻ അതിന് മുമ്പത്തുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഒരുപാട് റൂമേഴ്സ് PUBG 4 മാപ്പാണുള്ളത്. ഇതിൽ 4 മാപ്പുകളിലും ഞാൻ ഒരുപാട് റൂമേഴ്സ് കളിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഗിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഗ്രാഫിക്കൽ സെറ്റിംഗ്സ് നോക്കാം. സ്മൂത്തിൽ അൾട്ര വരെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് അവരത് ഫിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതായത് സ്മൂത്തിൽ എക്സ്ട്രീം വരെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. സ്റ്റിൽ എന്താ പറയുക, കഴിഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നമുക്കൊന്നും കിട്ടിയില്ല. കുറച്ച് ലാഗില് ചെറിയ തരത്തിലുള്ള കുറവ്. എനിക്ക് ആദ്യം വാങ്ങിച്ച സമയത്ത് 40 FPS കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം എന്താ പറയാ, അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് റെഡി. അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത് ഫിക്സ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ PUBG ബാൻ ആയി പോയത്. അപ്പോൾ സ്റ്റിൽ എന്തെങ്കിലും കറന്റ് സ്മൂത്തിൽ 40 FPS മാത്രമേ കളിയേണ്ടി വരുന്നുള്ളൂ. ഒരു തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ GFX സ്കൂളിൽ കളിച്ചു നോക്കിയിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ല. FPS നോക്കുന്ന സമയത്ത് 38-നും 40-നും കിടക്കുകയാണ്. എന്താ പറയുക, G90T കേപ്പബിൾ ആണ്. HDR ഒരു അൾട്ര വരെയൊക്കെ പോകാനായിട്ടൊക്കെ കേപ്പബിൾ ആണ്. പക്ഷേ സ്റ്റിൽ സോഫ്റ്റ്വെയർ അതിനുള്ള എന്താ പറയുക അൺലോക്ക് ചെയ്തിട്ടില്ല, അത്രയൊന്നും അൺലോക്ക് ചെയ്തിട്ടില്ല. ഗെയിമിംഗ് നോക്കുന്ന സമയത്ത് ഞാൻ റൂം മാച്ചസ് കളിച്ചെന്ന് പറഞ്ഞു. 32, അതായത് 32 പേരൊക്കെ ലാസ്റ്റ് സോണിൽ വരുന്ന റൂം മാച്ച് കളിക്കുന്നവർക്ക് അറിയാം അത്യാവശ്യം എത്ര ഹാർഡായിട്ടാണ് റൂം മാച്ചസ് ഒക്കെ പോകുന്നത്. കാരണം ലാസ്റ്റ് സോണിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം ലാസ്റ്റ് ആ കുഞ്ഞു വട്ടമല്ലേ, എന്നിട്ട് ആ സോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും തമ്മിലടിയും. ആ ടൈമിൽ അത് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല സ്പെക്കുള്ള ഡിവൈസ് ആയിരിക്കണം. പക്ഷേ ഒരു മിഡ് സ്പെക് ആണ്, അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ അത് റെൻഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ചാർജ് നല്ലപോലെ വലിക്കുന്നുണ്ട്. നിങ്ങൾ റൂം മാച്ച് വിളിക്കണമെങ്കിൽ റെൻഡർ ചെയ്യാനായിട്ട് ഒരുപാട് ചാർജ് വേണം. പിന്നെ ഹീറ്റിംഗ് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാനിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കളിക്കാം. സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹീറ്റ് ആവും. ഒരു 40-45 ഡിഗ്രി, ഏകദേശം രൂപം വെച്ച് 40-45 ഡിഗ്രി വരെയൊക്കെ ഇത് ഹീറ്റ് ആവുന്നത്. ഇനി അടുത്ത ഗെയിം കോൾ ഓഫ് ഡ്യൂട്ടി ആണ്. കോൾ ഓഫ് ഡ്യൂട്ടി എനിക്ക് വലിയ തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. എന്താ പറയുക, FPS നോക്കുമ്പോൾ ഞാൻ FPS മീറ്റർ ഇട്ടപ്പോഴത്തെ എനിക്ക് 60 FPS ആണ് കാണിച്ചത്. എന്തായാലും അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആണ്. എനിക്ക് ഒരു തരത്തിലുള്ള ലാഗും ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ അസ്ഫാൾട്ട് ആയി ഞാൻ കളിച്ചായിരുന്നു. അത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്മൂത്താണ്. എനിക്ക് തരത്തിലുള്ള എനിക്ക് ഫ്രെയിം ഡ്രോപ്പോ ഒന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ലപോലെ തന്നെ ബാക്കപ്പും കിട്ടുന്നുണ്ട്. പിന്നെ കുറെ ഗെയിംസ് കളിച്ചു. ഹ്യൂമൻ പോർട്ട്ലൈറ്റ് കളിച്ചു, MNS കളിച്ചു. ഇതിൽ തന്നെ ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ലൈവ് സ്ട്രീം 157 പേരോളം വ്യൂ കിട്ടിയ ലൈവ് സ്ട്രീം ആയിരുന്നു. അതും ഈ ഫോണിലാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. പ്ലസ് അതിന്റെ സോഫ്റ്റ്വെയറും അതിനനുസരിച്ച് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗെയിമിംഗ് ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല, പ്ലസ് പെർഫോമൻസിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രോസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഒരുപാട് പറയുന്നില്ല. എന്താ പറയാ, നെഗറ്റീവ്സ് ആയിട്ടുള്ള ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പ്രോസ് നോക്കുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ അതിന് ഒരു വീഡിയോ സെപ്പറേറ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത്രയും ഇതിന്റെ പ്രോസസ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ MIUI കുറെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടും സീൻ എനിക്ക് ഇഷ്ടം ഇതിന്റെ Realme UI ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡിന് ഒരുപാട് ഫീച്ചേഴ്സ് എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. Realme UI എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ OnePlusന്റെ ഓക്സിജൻ വോയിസിന്റെ ഒരു ചെറിയൊരു അതിൽ നിന്ന് ഇംപ്രസ്ഡ് ആയിട്ട് ഇറക്കി ചെയ്താണ് നമ്മുടെ Realme UI. അപ്പോ എന്താ പറയാ, കളർ വോയിസ് വേർഷൻ 7ന്റെ മേളിലാണ് ഈ ഒരു ഫോൺ ഓടുന്നത്, Realme UI 1.0. കളർ വോയിസ് വേർഷൻ 7 സൈഡ് ടു സൈഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം ആണ്, അതിലുള്ളത് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് പോയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഞാൻ പേഴ്സണലി ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം എനിക്ക് ഈ ഫോണിൽ കാണാൻ സാധിച്ചു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, ബ്ലൂടൂത്ത് സ്പീക്കർ വഴി പാട്ട് കേട്ടോണ്ടിരിക്കുക, പ്ലസ് നമുക്ക് ഹെഡ്സെറ്റ് വഴിയും കൂടെ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് അതിനകത്ത് പോയിട്ട് ഹെഡ്സെറ്റിൽ ബ്ലൂടൂത്ത് പ്ലസ് ഹെഡ്സെറ്റിലും കൂടെ ഓടി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും കിട്ടുന്ന ഫീച്ചറാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മൾ മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചു, നമുക്ക് മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചു, ജസ്റ്റ് ആ ഒരു മെസ്സേജ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വിളിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെവിയിലോട്ട് വെച്ചാൽ അത് കോൾ പോകും. അതെനിക്ക് അടിപൊളി ഒരു ഫീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് കോൾ ബട്ടൺ ഞെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ചെവിയിലോട്ട് വെച്ചാൽ തനിയെ കോൾ പോകും. അതൊക്കെ നമുക്ക് ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ നെഗറ്റീവ്സ് പോകുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഫീൽ ചെയ്യാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. ജസ്റ്റ് അടുത്തായിട്ട് ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 1300 mAh ബാറ്ററിയാണ്. അപ്പോൾ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് എന്റെ പേഴ്സണൽ യൂസ് വെച്ചിട്ട് ഞാനാണെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാറുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ട്, ഗെയിമിംഗ് ചെയ്യാറുണ്ട്. ഏകദേശം ഒരു ഫോണിനെ കൊണ്ട് എടുപ്പിക്കാവുന്ന എന്താ പറയുക മാക്സിമം ലോഡിങ് ഞാൻ ഈ ഫോണിനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ആവറേജ് രീതിയിലെല്ലാം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 8 hours ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഒരു 100 to 15 ആണ് ഞാൻ പറഞ്ഞത്. ബേസ്ഡ് ഓൺ യൂസേജ് ആണ്. നിങ്ങൾ ഒരുപാട് ഗെയിംസ് കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 6 hours to 7 hours കിട്ടും. വളരെ മൈൽഡാണ്. ഗെയിമിംഗ് ഇല്ല, എഡിറ്റിംഗ് ഇല്ല, വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണാം. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 9 hours 10 hours വരെയൊക്കെ ചിലപ്പോൾ ബാറ്ററി ബാക്കപ്പ് കിട്ടിയേക്കും. എത്ര ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ട്. പിന്നെ ചാർജിങ് നോക്കുന്ന സമയത്ത് 20 watt ഫാസ്റ്റ് ആക്കണം. ഔട്ട് ഓഫ് ദ ബോക്സ് 30 watt സപ്പോർട്ട് ഏകദേശം 70 minute ആണ് എനിക്ക് 50 to 100 എത്താനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഫാസ്റ്റാണ്. അപ്പോൾ ഒരു ഫൈനൽ വേർഡിക്റ്റ് നോക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഫോൺ എന്തുകൊണ്ട് ഈ ഒരു ഫോൺ മേടിച്ചത്, ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ 90 Hz ഡിസ്പ്ലേ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പേഴ്സണലി ഞാൻ ഈ ഒരു ഫോൺ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ 90 Hz ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ലോ ബഡ്ജറ്റ് മീൻസ് ഞാൻ 16,000 രൂപയ്ക്കാണ് എടുത്തത്. സ്റ്റിൽ ഇപ്പൊ ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,000 രൂപയാണ്. 6GB RAM വേരിയന്റ് ഞാൻ വാങ്ങിയ സമയത്ത് 15,000 ആയിരുന്നു. ഞാൻ മൈജിന്ന് വെച്ചിട്ട് 1000 രൂപ എക്സ്ട്രാ ആയി, 16,000 ആയി. പിന്നെ എന്താ പറയുക, ഇപ്പൊ 1000 രൂപ കൂടെ കുറഞ്ഞിട്ട് 14,000 രൂപയ്ക്കാണ് ഓൺലൈനിൽ കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 13,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്, നല്ലൊരു സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല എന്താ പറയുക പെർഫോമൻസ് കിട്ടുന്നുണ്ട്, പിന്നെ നല്ല ഡിസ്പ്ലേ ഇടുന്നുണ്ട്. 90 Hz ഡിസ്പ്ലേ ആണ്. സ്റ്റിൽ എന്താ പറയുക മോശമില്ലാത്തൊരു പർച്ചേസ് ആണ്. പിന്നെ നിങ്ങൾ 15,000 രൂപ മുടക്കി Realme 7 എടുക്കണോ ഇത് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോ ഫോർ ദ Realme 7. കാരണം ഇതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഫോണാണ് Realme 7 എന്ന് പറയുന്നത്. സ്റ്റിൽ നിങ്ങളൊരു ടൈറ്റ് ആണ്, ബഡ്ജറ്റൊക്കെ ടൈറ്റ് ആണ്, കഷ്ടിച്ചൊരു 13,000 രൂപ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങൾ നോക്കേണ്ട ഫോൺ, വേറൊന്നും നോക്കണ്ട, ഇത് തന്നെ. അപ്പോൾ ഇത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് മാത്രമാണ് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.